1901 സ്ഥാപിതമായ പൈക സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ രജത ജൂബിലി സമാപന സമ്മേളനം മെയ് 23 ശനിയാഴ്ച നടക്കും. പാലാ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്കൂൾ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുമെന്ന് പള്ളി അധികൃതർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 ഇടവകയിലെ വൈദികരുടെയും സന്യസ്തരുടെയും സംഗമവും തുടർന്ന് 4 മണിക്ക് ഇടവക വൈദികർ ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന സമൂഹ ബലിയും 5:15 പുതുതായി പണികഴിപ്പിച്ച പൈക ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും തുടർന്ന് ശതോത്തര രജത ജൂബിലി സമാപന സമ്മേളനവും നടക്കും. ഇടവകാംഗങ്ങൾ അണിയിച്ചൊരുക്കുന്ന കലാസന്ധ്യയും ഉണ്ടായിരിക്കും. ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അച്ഛന് ചില സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളുള്ള കാരണമാണ് അച്ഛന് എത്തിച്ചേരാൻ സാധിക്കാതെ പോയത്. ബഹുമാനപ്പെട്ട മാത്യു വാഴക്കപ്പാറച്ചനാണ് ഇപ്പോൾ പൈകയുടെ വികാരി അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുക. വിശ്വാസ വഴിയിലെ 125 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുക. ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ ഈ വർഷത്തിൽ നടന്നു വരികയായിരുന്നു. ഈ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം മെയ് മാസം 23 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നമ്മുടെ പൈക ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പൈക ഇടവകയെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 1901 പൈക ഇടവകയുടെ ആരംഭം. ബഹുമാനപ്പെട്ട മാത്യു പാംപ്ലാനി അച്ഛനാണ് ഇതിന്റെ ആരംഭകൻ, സ്ഥാപകൻ. അന്ന് വെറും 55 കുടുംബങ്ങളുമായിട്ട് ആരംഭിച്ച ദേവാലയം ഇടവക സമൂഹം ഇന്ന് 125 വർഷങ്ങൾ പിന്നിടുമ്പോൾ വലിയൊരു ഇടവക കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. ഏകദേശം 789 ഭവനങ്ങളും 3737 കുടുംബാംഗങ്ങളുമുള്ള പല രൂപത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഇടവക സമൂഹങ്ങളിൽ ഒന്നായി പൈക ഇടവക വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്, ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ നാമധേയത്തിലായിരുന്നു ആദ്യത്തെ ദേവാലയം. അതിനുശേഷം 1964 പുതിയ ദേവാലയം വിശുദ്ധ യൂസപിതാവിന്റെ നാമത്തിലുള്ള പുതിയ ദേവാലയം പാലാ രൂപതയുടെ പ്രഥമ മെത്രാൻ അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ വയൽ തിരുമേനി കൂദാശ ചെയ്തത്. അതിനുശേഷം 1976 പൈകയുടെ നമ്മുടെ ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി നമ്മൾ ആഘോഷിച്ചു. 2001 ശതാബ്ദി നമ്മൾ വളരെ മനോഹരമായിട്ട് ആഘോഷിച്ചു. ഇപ്പോൾ 125 വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ജൂബിലി ആഘോഷങ്ങൾ ഉച്ചകഴിഞ്ഞ് ഈ മെയ് മാസം 23 ഉച്ചകഴിഞ്ഞ് 2:30 ഇടവകയിലെ സമർപ്പിത സംഗമത്തോടുകൂടിയാണ് ആരംഭിക്കുക. ഇടവകയിൽ സേവനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവക അംഗങ്ങളായ ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഉൾച്ചേർത്തുള്ള ഇടവക സമർപ്പിത സംഗമവും അതിനുശേഷം ഇടവക അംഗങ്ങളായ വൈദികരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന ജൂബിലി കുർബാനയും സമൂഹ ബലിയും അതിനുശേഷം പൈക ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ശേഷം 6 മണിയോടുകൂടി നമ്മുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും പൈക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്കൂൾ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. ജൂബിലി സമാപന സമ്മേളന ഉദ്ഘാടനവും രൂപത അധ്യക്ഷൻ നിർവഹിക്കും. പാലാ രൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞർ ജോസഫ് തടത്തിൽ, ഫ്രാൻസിസ് ജോർജ് MP, മാണി സി കാപ്പൻ MLA, ജോസ് കെ മാണി MP, കൊഴുവനാൽ ഫൊറാന വികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിൽ എന്നിവർ സമ്മേളനത്തിന് ആശംസകൾ നേർന്ന് സംസാരിക്കും. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പെണ്ണമ്മ ജോസഫ്, മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബി സുരേഷ്, വാർഡ് മെമ്പർ ജിജി ജോമോൻ, ഇടവക വികാരി മാത്യു വാഴക്കാപ്പാറ എന്നിവരും സംസാരിക്കും. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു തെരുവൻകുന്നേൽ, ടോമി കളപ്പുരയ്ക്കൽ, തോമാച്ചൻ പാലക്കുടിയിൽ, സാബു മുട്ടത്തുകുന്നേൽ, സണ്ണി പാലക്കൽ എന്നിവർ സംസാരിച്ചു. i4A ന്യൂസ് പാലാ.